നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ഫാറ്റ് ലോസിനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇത്തരം ഇഞ്ചെക്ഷനുകൾ സേഫ് ആണോ? നമ്മളിപ്പോൾ വെയിറ്റ് കുറയുന്ന അനുസരിച്ച് നമ്മുടെ മസിൽ മാസും അതുപോലെ കുറയും. നിങ്ങളെ ചോദിച്ചില്ലേ അണ്ടർ സൂപ്പർവിഷൻ ഇത് ആർക്കും എടുക്കാൻ പറ്റിയ കാര്യമാണ്? ആർക്കും എടുക്കാൻ പറ്റിയ കാര്യമല്ല. ഭക്ഷണം പൊതിയുന്ന അലൂമിനിയം ഫോയിലാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് അലൂമിനിയത്തിലാണ്, അലൂമിനിയം നല്ലതാണെന്ന് പറഞ്ഞുള്ള നിരവധി പരസ്യങ്ങൾ ഇതൊക്കെ കേൾക്കുകയാണ്. അപ്പൊ ശരിക്കും അലൂമിനിയം പ്രശ്നമാണോ? നമുക്കിപ്പോൾ പീരീഡ്സ് നിൽക്കാറാവുന്നതിന് മുമ്പ് ഒരു 10 years മുമ്പ് തന്നെ ഹോർമോണൽ ചേഞ്ചസ് വരും. ആ സമയത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾക്കുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് വെയിറ്റ് ഗെയിൻ. സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ ടെർസാപെപ്റ്റൈഡ്. ഒരു ആഹാരം കഴിക്കാനുള്ള ഒരു ആഗ്രഹം ബ്രെയിൻ സെന്ററിൽ നിന്നുള്ള അത് കുറയ്ക്കുന്നു. പിന്നെ മെറ്റബോളിസം തന്നെ വളരെ ചേഞ്ചസ് വരുത്തുന്നു. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇത് എല്ലാവർക്കും എടുക്കാമോ? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഏറ്റവും കൂടുതലുള്ളത്? ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു ഡയറ്റ് പാറ്റേൺ, ലേറ്റ് മാരേജസ്, ലേറ്റ് ഡിസിഷൻ ഫോർ സ്റ്റാർട്ടിങ് എ ഫാമിലി. 25-30 വയസ്സ് കല്യാണം കഴിച്ചാലും ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ശരീരം ഇതിന് അനുവദിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം ഇത്രയും ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ കേപ്പബിൾ ആണോ? എനിക്കൊരു ഗ്ലൂട്ടത്തയോൺ എടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുക? അപ്പോൾ ഗ്ലൂട്ടത്തയോൺ എടുക്കുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും ഒരു മിനറൽ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എക്സസോ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു ടെസ്റ്റ് ആണ് ഒളിഗോ സ്കാൻ. ബ്ലഡ് എടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി ടിഷ്യൂ സ്കാൻ ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള മിനറൽ ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ആൻഡ് എക്സസ് എന്നുവെച്ചാൽ മെറ്റൽ ടോക്സിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും. മൂത്രസഞ്ചിക്കുള്ള താഴ്ച കാരണമാണ് മിക്കവർക്കും ഈ ഒരു യൂറിൻ പ്രോബ്ലത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു താഴ്ച ഉള്ളവർക്ക് ബ്ലാഡറിന്റെ ബേസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഡിവൈസാണ് എക്സിയോൺ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്. എക്സിയോൺ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ്. BTL എന്ന് പറഞ്ഞ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. പുരുഷന്മാർക്ക് എപ്പോഴും ഒരു 40 അല്ലെങ്കിൽ ഒരു 35 years കഴിയുമ്പോൾ സ്ട്രെസ് കൂടുന്ന കാരണം അവരുടെ ജീവിതത്തിലെ രീതിയിലെ വ്യത്യാസങ്ങൾ, വെയിറ്റ്, ഇതെല്ലാം കാരണം അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു. ഈ എംസെല്ല ഷെയർ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും എന്ന്. ഇത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അവിടുത്തെ ഫാറ്റ് മാത്രം 8 മിനിറ്റ്സ് നിങ്ങളൊരു ചായ കുടിച്ച് തീരുന്ന സമയമേ എടുക്കുന്നുള്ളൂ. ഇതൊരു സാധാരണ ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് സെന്റർ എന്ന് കാണുന്നതിനെ കാട്ടി ബ്യൂട്ടി ഈസ് ബിയോണ്ട് സ്കിൽ ഡീപ്പ് എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൗന്ദര്യം ശരിക്കും വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഹെൽത്ത് വേണം. അപ്പൊ ആ ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ബ്യൂട്ടി പുറത്ത് കൊണ്ടുവരുന്നതാണ് ഈ സെന്ററിന്റെ ഉദ്ദേശം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന ആരോഗ്യപരമായ, സൗന്ദര്യപരമായ ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അനിവാര്യമായതോ ആയ പല പ്രശ്നങ്ങളുമാണ് എന്ന് പറഞ്ഞ് നമ്മൾ രഹസ്യമായി വെക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിനൊക്കെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ദ്രിയ വിമൻ വെൽനസ് ആൻഡ് റീജനറേറ്റീവ് സെന്ററിന്റെ ഫൗണ്ടർ ഡോക്ടർ കവിത മാഡമാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാഡം, വെൽക്കം ടു ദ ഷോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല പ്രശ്നങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാരനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ആരോടും പറയാറില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ പൂഴ്ത്തി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും പക്ഷേ പരിഹാര മാർഗങ്ങളുണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും കാലഘട്ടമായിട്ട് ഇന്ദ്രിയ വെൽനസ് നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രഹസ്യമായി ഡോക്ടറോട് വന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. പക്ഷെ സാധാരണ ഗൈനക്കോളജി OPയിൽ പറയാൻ മടിക്കുന്ന പല പ്രശ്നങ്ങളും സ്ത്രീകളെ ശരിക്കും അലട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രെസ് യൂറിൻ ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അറിയാതെ യൂറിൻ ലീക്കായി പോവുക. ഒന്ന് സ്പീഡിൽ ഓടി ബസ് കയറാൻ പോകുമ്പോൾ പോലും യൂറിൻ ലീക്കാവുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിന് അത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത് പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഡെലിവറി ഇപ്പോൾ 2-3 പ്രസവം കഴിഞ്ഞതിന് ശേഷം നോർമലി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ച് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ത്രീകൾ എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇത് വളരെ നമുക്ക് നല്ല സൊല്യൂഷൻ ഉണ്ടാക്കി അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ നന്നായി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷെ ഇതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല. രണ്ടാമത്തെ ഒരു ഇഷ്യൂ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പം ഈവൻ നോർമൽ ഡെലിവറി അല്ല, സിസേറിയൻ ആണെങ്കിൽ പോലും ഒരു വജൈനൽ ലാക്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടുപ്പല്ലിന്റെ ഒരു വികസനത്തെ എന്തായാലും ബാധിക്കും. ഇപ്പൊ ഒരു പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു സുഖമില്ലായ്മ, ഇതും
സ്ത്രീകൾ ഡിസ്കസ് ചെയ്യാറില്ല. അപ്പം അവർ തമ്മിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പോലും ഇതൊരു സംസാര വിഷയമാകാറില്ല. ഇത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം ഈ ഒരു പ്രോബ്ലവും മിക്കവരും ആരും അന്ന് ഗൈനക്കോളജി OP-യിൽ വന്ന് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ഇന്ദ്രിയ വെൽനസ്സിൽ എന്തായിരിക്കും ഒരു പരിഹാരമായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? ഇന്ദ്രിയ വെൽനസ് ഒരു വിമൻ വെൽനസ് സെന്റർ ആൻഡ് റീജനറേറ്റീവ് സെന്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു കോസ്മെറ്റിക് ഒരു അപ്രോച്ചിനെ കാട്ടിയും കൂടുതൽ കുറച്ചും കൂടെ ഇന്നർ ലെവൽ ഓഫ് ഹെൽത്ത്, അതായത് നമ്മുടെ ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ അങ്ങനെ ലെവലിൽ നമ്മളൊരു സ്ത്രീകളുടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പോപ്പുലേഷൻ്റെ ഒരു ജനറൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു സെന്ററാണ് ഇന്ദ്രിയ വെൽനസ്. അപ്പൊ ഇപ്പൊ ഞാൻ ഡോക്ടർ ആദ്യം പറഞ്ഞു, അതായത് ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ഒന്ന് ഓടുമ്പോൾ ഒക്കെ മൂത്രം പോവുക എന്ന് പറയുന്ന പ്രശ്നം, അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അയ്യോ ഇനിയിപ്പോൾ അതൊക്കെ വലിയ പ്രൊസീജിയർ ആയിരിക്കും, അല്ലെ ഇനി വല്ല ഓപ്പറേഷനൊക്കെ വേണ്ടി വരുമോ, അങ്ങനെയാണെങ്കിൽ തൽക്കാലം മിണ്ടാതിരിക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. സർജറിയെ പേടിച്ചായിരിക്കും മിക്ക സ്ത്രീകളും ഇതിന് ഒന്നും മുമ്പോട്ട് വരാത്തത്. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സർജറി ഇല്ലാതെ പരിഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസുകൾ മാത്രമല്ല, അതിനുള്ള സൊല്യൂഷൻസും നമുക്ക് നമ്മുടെ സെന്ററിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്ക് ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ മൂത്രസഞ്ചിക്കുള്ള താഴ്ച കാരണമാണ് മിക്കവർക്കും ഈ ഒരു യൂറിൻ പ്രോബ്ലത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു താഴ്ച ഉള്ളവർക്ക് നമുക്ക് ഈ ബ്ലാഡറിന്റെ ബേസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു മെഷീനാണ് എക്സിയോൺ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്. എക്സിയോൺ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ്. BTL എന്ന് പറഞ്ഞ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. വളരെ പേഷ്യന്റ് സേഫ്റ്റി ഉള്ള ഒരു ഡിവൈസാണ്. മാത്രമല്ല ഇത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സിറ്റിംഗ്സിന്റെ സെഷൻസിന്റെ ആവശ്യവും വരുന്നില്ല. ഇപ്പോൾ ഒരു നിശ്ചിത അളവിൽ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻസ് കിട്ടും. അപ്പോഴും ഞാനൊരു സംശയം കേട്ടു, ഇപ്പൊ കൊച്ചി കാക്കനാടാണ് ഇന്ദ്രിയ വെൽനസ് ഉള്ളത്. ഇപ്പൊ ഒരു പേഷ്യന്റ് എന്ന് പറയുന്നത് അയാൾ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോടെന്നോ കാസർഗോഡെന്നോ വരുമ്പോൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറെ കാലം വരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഇത് എത്ര കാലമാണ് ഈ കോഴ്സ് ആയിട്ട് എടുക്കേണ്ടത്? ഇപ്പൊ നമുക്കൊരു 3 വീക്സ്, ഒരു 3 to 4 സെഷൻസിൽ തന്നെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഡിവൈസ് കൊണ്ട് മാത്രമല്ല, ഇതിന്റെ കൂടെയുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ PRP അല്ലെങ്കിൽ സ്റ്റെം സെൽ ട്രീറ്റ്മെന്റും ഇതിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ നമുക്ക് പെൽവിക് ഫ്ലോർ റീഹാബിലിറ്റേഷൻ ആയിട്ട് നമുക്ക് വേറൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഡിവൈസും കൂടെ അവൈലബിൾ ആണ്. അതിന്റെ പേരാണ് എംസെല്ല എന്ന് പറഞ്ഞ ചെയർ. ഇതൊരു സാധാരണ ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് സെന്റർ എന്ന് കാണുന്നതിനെ കാട്ടിയും എനിക്ക് അത് കുറച്ചുകൂടി ഡീപ്പർ, ഒരു ബ്യൂട്ടി ഈസ് ബിയോണ്ട് സ്കിൽ ഡീപ്പ് എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൗന്ദര്യം ശരിക്കും വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഹെൽത്ത് വേണം. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ബ്യൂട്ടിയെ പുറത്ത് കൊണ്ടുവരുന്നതാണ് ഈ സെന്ററിന്റെ ഉദ്ദേശം. ശരിക്കും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാളിന്റെ ഹെൽത്ത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം പുറത്തു വരില്ല. അപ്പം ആ ലെവലിൽ നമുക്ക് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഇംപ്രൂവ് ചെയ്ത് നമ്മളെ ഒരു സൗന്ദര്യം പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് ഈ സെന്ററിന്റെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ്? അല്ല, ഇതൊരു ഹോൾ ഒരു ജെൻഡർ ബയസ് ഉള്ളൊരു സെന്ററേ അല്ല. ഇപ്പൊ പുരുഷന്മാർക്ക് ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഇതുപോലെ പറയാത്ത പ്രശ്നങ്ങളുള്ള പുരുഷന്മാരില്ലേ, പുരുഷന്മാർക്ക് എപ്പോഴും ഒരു 40 അല്ലെങ്കിൽ ഒരു 35 ഇയേഴ്സ് കഴിയുമ്പോൾ സ്ട്രെസ് കൂടുന്ന കാരണം അവരുടെ ജീവിതത്തിലെ രീതിയിലെ വ്യത്യാസങ്ങൾ, വെയിറ്റ്, ഇതെല്ലാം കാരണം അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു. ഇപ്പൊ ഞാനൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആയിട്ട് വരുന്ന മിക്ക കപ്പിൾസിനും ഉള്ളൊരു ഇഷ്യൂ ആണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. മോസ്റ്റ്ലി ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. ചിലർക്ക് ഒരു ഫങ്ഷണൽ എലിമെന്റും ഒരു ഓർഗാനിക് കോസും കാണും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് ഈ എംസെല്ല എന്ന് പറഞ്ഞ ചെയർ. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പെൽവിക് ഡയഫ്രത്തിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ഇവരുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ വളരെ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൗണ്ട് കുറവുള്ള ആണുങ്ങൾക്കും ഈ ഒരു ഡിവൈസ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പം നമുക്ക് ഈ ഒരു സെഷൻ ഇതിൻ്റെ ഒരു 3 to 6 സെഷൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ തെറാപ്പി കൂടെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സെമൻ കൗണ്ടിൽ നല്ല വ്യത്യാസം വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ എംസെല്ല ചെയർ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ എക്സിയോൺ എന്ന് പറഞ്ഞ ഒരു മെഷീൻ്റെ കാര്യം പറഞ്ഞു, അവിടേക്കും പുരുഷന്മാർക്ക് ആക്സസ് ഉണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി എക്സിയോൺ ഒരു ഹോൾ ബോഡി ട്രീറ്റ്മെന്റിനുള്ള ഒരു ഡിവൈസാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ് ടു ടോ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. ഇപ്പൊ വീണയ്ക്കുള്ളൊരു ഇഷ്യൂ അല്ലേ വീണ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്, ഒരു ഡബിൾ ചിന്റെ പ്രോബ്ലം ഇല്ലേ? അപ്പൊ അത് ഉള്ള പുരുഷന്മാരില്ലേ? തീർച്ചയായും. മാത്രമല്ല ഇപ്പൊ ഫേസിൽ തന്നെ നമുക്ക് അണ്ടർ ഐയില് ഡാർക്ക് സ്കിൻ, ഒരു ഫേസ് സ്കിൻ സാഗ് ചെയ്യുന്ന കാരണം ഒരു ഇപ്പൊ നമ്മളൊരു കോസ്മെറ്റിക് സെന്ററോ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പൊ ഫേഷ്യൽ ചെയ്താലോ എത്ര ദിവസം നമുക്കത് ലാസ്റ്റ് ചെയ്യും? ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ റീജനറേറ്റ് ചെയ്ത് വരുന്ന
വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി മറ്റതിനെക്കാട്ടിയും കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഫേഷ്യൽ ഒരു ഫില്ലറോ അല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ ഫേഷ്യൽ ഫില്ലേഴ്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, വളരെ കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? 9 to 12 months. അപ്പം ഇതൊരു ഫ്രീക്വൻറ്റ് ഇതിലുള്ള ഒരു കറക്റ്റായിട്ടുള്ള സെഷൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബോഡി തന്നെ ഇത് റിജുനേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു ഈവൻ നിങ്ങൾക്ക് ഒരു ഏജ് കൂടുന്ന അനുസരിച്ച് ഈവൻ ഒരു കോസ്മെറ്റിക് ഹെൽപ്പ് വേണ്ടി വന്നാലും ആ ട്രീറ്റ്മെന്റ്സ് ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ പ്രശ്നങ്ങളുള്ള പുരുഷന്മാരില്ലേ, അപ്പം വയറ് ചാടുന്നു, ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല, ഫേസിലുള്ള ഇഷ്യൂസ്, നെക്ക് സാഗ് ചെയ്യുന്നവർ, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലൊരു പ്രശ്നം നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ഔട്ട്ലുക്ക് നന്നായിരിക്കണം. അതിൽ ഏറ്റവും ഒരു പ്രോബ്ലം വരുന്ന ഒരു കാര്യമാണ് ബ്രാ ഫാറ്റ്. ഫാറ്റ് തൂങ്ങിക്കിടക്കണം. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഏരിയ ഓഫ് ഫോക്കസ് ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പം കുറച്ച് വ്യത്യാസം വരാറുള്ളൂ. ഒരു സ്പെസിഫിക് ഫോക്കസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ നമുക്ക് അവിടുത്തെ ഫാറ്റ് മാത്രം, അതുപോലെ തന്നെ ആം ഫാറ്റ്, തൈസിലുള്ള ഫാറ്റ്, ബട്ടക്സിലുള്ള ഫാറ്റ്, അങ്ങനെ നമുക്ക് ഓരോ സ്പെസിഫിക് ബോഡിയിലായിട്ടുള്ള നമുക്ക് ഇതിനുള്ള പ്രോബ്സ് ഉണ്ട്. അപ്പോൾ ഫേസ് പ്രോബ് ഉണ്ട്, ബോഡി പ്രോബ് നമുക്ക് ഏരിയയിൽ യൂസ് ചെയ്യാം. ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയട്ടെ, നമുക്ക് ചില ഡിവൈസിൽ നമുക്കൊരു 30 to 45 minutes ഒരു ഏരിയ തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇതിനങ്ങനെ ഇല്ല. നമുക്കൊരു 12 ഇപ്പോൾ വജൈനൽ ടൈറ്റനിങ് നമുക്കൊരു 8 minutes മതി. ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ വജൈനൽ ടൈറ്റനിങ് ചെയ്യാൻ പറ്റിയ 8 minutes. 8 minutes നിങ്ങളൊരു ചായ കുടിച്ച് തീരുന്ന സമയമേ എടുക്കുന്നുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷേ ഡോക്ടർ, ഈ ഫാറ്റ് റിഡക്ഷൻ എന്ന് ഡോക്ടർ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുക, ഫാറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് ലൈപ്പോസെക്ഷൻ എന്നുള്ളതാണ്. പക്ഷെ ലൈപ്പോസെക്ഷൻ അതിഭീകര പെയിൻഫുൾ പ്രോസസ് ആണെന്ന് പറയാം. ബിക്കോസ് അതൊരു ഓപ്പറേഷനാണ് ബേസിക്കലി. അപ്പോൾ ഇതെങ്ങനെ അത്രമാത്രം എഫക്റ്റീവ് ആണോ നമ്മൾ ഇത്തരത്തിലുള്ള ഇന്ദ്രിയയിൽ കൊടുക്കുന്ന നോൺ സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്? ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹോൾസം അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടിയാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇപ്പം വീണ വന്നു, എനിക്ക് ഇവിടുത്തെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യണം, അപ്പോൾ അത് മാത്രം ചെയ്തിട്ട് പോകുന്ന ഒരു സെന്റർ അല്ല ഇത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നത്, അപ്പം നമ്മൾ ഇതിന്റെ ഡയറ്റ്, നിങ്ങളുടെ ഒരു ന്യൂട്രീഷൻ പാറ്റേൺ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, ഇതിനുള്ള എല്ലാ അഡ്വൈസും നമ്മൾ തരികയും അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ ആ ഒരു ട്രീറ്റ്മെന്റ് മാത്രം എടുക്കുന്നതിനെക്കാട്ടി ഉപരി നിങ്ങൾക്കൊരു ഹെൽത്തിൽ തന്നെ നിങ്ങൾക്ക് ജനറൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ ഒരു ഫോക്കസ്ഡ് ആയിട്ട് അത് മാത്രം ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിലേ ഒരാളുടെ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫാറ്റ് ലോസ് റിഡക്ഷനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് വളരെ ട്രെൻഡിങ് ആയിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ഫാറ്റ് ലോസിനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മൊഞ്ചാരോ ഇഞ്ചെക്ഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. എൻ്റെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, ഇത്തരം ഇഞ്ചക്ഷനുകൾ സേഫ് ആണോ? ഇനി ഇത് സേഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരവർക്ക് തോന്നുന്നത് പോലെ എടുക്കാമോ? സേഫ്റ്റി പ്രൊഫൈൽ പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇതൊരു 10 to 15 years വരെ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ ടെർസാപെപ്റ്റൈഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു സഷൈറ്റി സെൻറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആഹാരം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ബ്രെയിൻ സെൻറ്ററിൽ നിന്നുള്ള അത് കുറയ്ക്കുന്നു. പിന്നെ മെറ്റബോളിസം തന്നെ വളരെ ചേഞ്ചസ് വരുത്തുന്നു. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും എടുക്കാമോ? അതിന് മുമ്പ് നമ്മളൊരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെപ്റ്റൈഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി ചെയ്യേണ്ട കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ മാത്രമേ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് എടുക്കാവൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു എത്രയാണ് നിങ്ങളുടെ BMI, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ്, അപ്പം നിങ്ങൾ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എത്ര കൂടുതലാണ്, നമുക്ക് എത്രത്തോളം എത്തണം, ആ സമയം നിങ്ങൾ അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഡയറ്റിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വരുത്തണം. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ആരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വെയിറ്റ് കുറയുന്ന അനുസരിച്ച് നമ്മുടെ മസിൽ മാസും അതുപോലെ കുറയും. മനസ്സിലായോ? അപ്പൊ മസിൽ മാസ് കുറയുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഒരു തുണി നനച്ച് തൂക്കിയിട്ടിരിക്കുന്ന പോലെ നമ്മുടെ ബോഡി അങ്ങനെ ശോഷിച്ചു പോകും. അപ്പൊ മസിൽ ബിൽഡ് ചെയ്യാതെ നമ്മൾ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് എടുത്താൽ നിങ്ങളുടെ ബോഡി സ്ട്രെങ്തും പോസ്റ്ററും എല്ലാം ലോസ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 3 times ഒരു വീക്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും റെസിസ്റ്റൻസ് ട്രെയിനിങ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വീക്കായി പോകും, ബോഡി നമുക്ക് താങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടാവും. ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഇഷ്യൂ വരുന്നത് ഫേസ് സാഗിയും, ഈവൻ ഒരു വജൈനൽ ഏരിയയിലുള്ള ഫാറ്റ് പോലും നമുക്ക് ലോസ് ആയി പോകും. അപ്പം ആ സമയത്ത് നമുക്ക് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ് ആവശ്യം വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിവൈസ്, റേഡിയോ ഫ്രീക്വൻസി ഡിവൈസ് നമ്മുടെ ബോഡി തന്നെ റീജനറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ആ ഡിവൈസുകൾ എലോങ് വിത്ത് ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് വരും.
ഇപ്പോൾ ഒരു വജൈനൽ ഏരിയയിൽ ഒരു ഫാറ്റ് ലോസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കര ഒരു നമ്മുടെ ആ വൾവൽ ഏരിയയിലുള്ള ആ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ എല്ലാം ലൂസായി പോകും. അപ്പം അതിന് നമ്മൾ ശരിക്കും നമുക്ക് ഫില്ലേഴ്സ് ഉണ്ട്, ഫാറ്റ് ഫില്ലേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ റീജനറേഷൻ നോൺ സർജിക്കൽ ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ഇംപ്രൂവ്മെൻറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാൻ പറ്റും. ഒരു ഹോൾ ബോഡി ലെവലിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മൊഞ്ചാരോ എടുത്ത പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്, മൊഞ്ചാരോ എടുത്ത് വണ്ണം കുറയുന്നു, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്ട്രെച്ച് മാർക്സ് വരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്രമാത്രം ഇങ്ങനെയുള്ള മുൻകരുതലുകളെല്ലാം എടുത്ത് ഇങ്ങനെ ഒരു അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷനിൽ എടുക്കുന്ന മൊഞ്ചാരിക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സിന് നമുക്ക് പരിഹാരമുണ്ടോ? ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഡിവൈസ് വെച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതിൽ ഈ എക്സിയോൺ ഡിവൈസിൽ തന്നെ നമുക്ക് മൈക്രോ നീഡ്ലിംഗ് ഡിവൈസ് ഉണ്ട്. അപ്പോൾ മൈക്രോ നീഡ്ലിംഗ് വഴി തന്നെ നമുക്ക് ഇത് സാധാരണ മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്ന പോലെ പെയിൻഫുള്ളേ അല്ല, വളരെ ഫൈൻ ആൻഡ് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണിത്. അപ്പോൾ ഇതിൽ ഭയങ്കര ഡിഫറൻസ് വരും. ഒരു 1 to 3 സെഷൻസ് തന്നെ വെച്ച് നല്ല ഡിഫറൻസ് വരും. എലോങ് വിത്ത് ദാറ്റ് നമുക്ക് ഈ റേഡിയോ ഫ്രീക്വൻസി നമ്മൾ ആ എനർജി കൊടുക്കുമ്പോൾ സ്കിൻ റിജുവനേഷൻ കൂടെ വരും. അപ്പോൾ കുറച്ചുകൂടെ സ്കിൻ സപ്പിൾ ആയിരിക്കും. ആ ഒരു ലൂസ്നെസ് ഓഫ് ദ സ്കിൻ കൂടെ കുറച്ച് വ്യത്യാസം വരും. അതാണ് ഇതൊരു കോമ്പിനേഷൻ. നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് മാത്രം എടുക്കുന്നതിനെക്കാട്ടിയും ആ ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് വരും. ഇതിൽ ഇപ്പം വീണ ചോദിച്ചില്ലേ അണ്ടർ സൂപ്പർവിഷൻ, ഇത് ആർക്കും എടുക്കാൻ പറ്റിയ കാര്യമാണ്? ആർക്കും എടുക്കാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സൂപ്പർവിഷനിൽ എടുക്കാവും. അത് മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകളെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ ഒരു മെനോപോസൽ ഏജിൽ നമുക്കിപ്പോൾ പീരീഡ്സ് നിൽക്കാറാവുന്നതിന് മുമ്പ് ഒരു 10 years മുമ്പ് തന്നെ ഹോർമോണൽ ചേഞ്ചസ് വരും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ത്രീകൾക്കുള്ളൊരു മെയിൻ പ്രോബ്ലമാണ് വെയിറ്റ് ഗെയിൻ. ഭാരം കൂടുന്നു, മിഡിൽ പോർഷനിൽ വെയിറ്റ് കൂടുന്നു, അത് കുറയ്ക്കാനേ പറ്റുന്നില്ല. ഈവൻ ജിമ്മിൽ പോയി റെഗുലർലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു മിഡ് പാർട്ട് ആ ഒരു സ്ഥലത്തുള്ള വെയിറ്റ് ലോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ ഹോർമോണൽ ചേഞ്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെപ്റ്റൈഡ് തെറാപ്പി കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ചെറിയ ഡോസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇവർക്ക് ഹെൽത്തും ഇമ്പ്രൂവ് ആവും, ഇവരുടെ ആ ഒരു വെയിറ്റ് ഗെയിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? മൊഞ്ചാരോ പോലെ തന്നെ ആൾക്കാർ പറയുന്ന പേരാണ് ഗ്ലൂട്ടത്തൈൺ. ഗ്ലൂട്ടത്തൈണും ഡോക്ടർ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ദ്രിയയിലേക്ക് ഞാനൊരു ആഗ്രഹമായിട്ട് വരുവാണ്, എനിക്കൊരു ഗ്ലൂട്ടത്തൈൺ എടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുക? ശരിക്കും ഗ്ലൂട്ടത്തയോൺ നിങ്ങളുടെ ബോഡിയിൽ ആക്ട് ചെയ്യാനായിട്ടുള്ള പ്രിക്കഴ്സർ സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഗ്ലൂട്ടത്തൈൻ എടുക്കാൻ. കാരണം നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഗ്ലൂട്ടത്തൈൻ എടുത്തിട്ട് അതിന് എഫക്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഗ്ലൂട്ടത്തൈൻ എഫക്റ്റീവ് ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഇഞ്ചക്ഷൻ നല്ലതല്ല, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഗ്ലൂട്ടത്തൈൻ എടുക്കുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും ഒരു മിനറൽ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എക്സസോ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ടെസ്റ്റ് ആണ് ഒളിഗോസ്കാൻ. അപ്പോൾ ഇത് നമുക്ക് ബ്ലഡ് എടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി ടിഷ്യൂ സ്കാൻ ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള മിനറൽ ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ആൻഡ് എക്സസ് എന്ന് വെച്ചാൽ മെറ്റൽ ടോക്സിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാൻ പറ്റും. മെറ്റൽ ടോക്സിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗ്ലൂട്ടത്തയോൺ ഇപ്പോൾ നമ്മൾ എടുക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഇതിനുള്ള പ്രിക്കഴ്സേഴ്സ് ആയിട്ടുള്ള 2-3 എലിമെന്റ്സ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇല്ല, അല്ലെങ്കിൽ അത് ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടത്തയോൺ ആക്ട് ചെയ്യില്ല. അപ്പോൾ മിക്കവരും പറയാറുണ്ട് രണ്ടെണ്ണം എടുത്തപ്പോൾ വ്യത്യാസമുണ്ട്, പക്ഷെ അതിനുശേഷം വലിയ ഡിഫറൻസ് ഒന്നും കണ്ടില്ല. കേട്ടിട്ടില്ലേ? അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇങ്ങനത്തെ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒളിഗോസ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മിനറൽസ് ഉണ്ട്, അത് ഏതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്, നമ്മൾ ഏതിനൊക്കെ മെഡിസിൻസ് എടുക്കണം, അതായത് സപ്ലിമെന്ററി മെഡിസിൻ എടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആകുമോ? ഇതൊരു ടിഷ്യൂ സ്കാനിങ് ഡിവൈസ് ആണ്. എന്നുവെച്ചാൽ ബ്ലഡ് ലെവൽസും ടിഷ്യൂ ലെവലിലും ഉള്ള വ്യത്യാസമാണ് ഈ ടെസ്റ്റിലുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, വീട്ടിൽ കുക്ക് ചെയ്യുന്നത് എന്ത് തരം പ്രഷർ കുക്കറിലാണ്? അലുമിനിയം കുക്കറാണോ അതോ സ്റ്റീൽ കുക്കറാണോ എന്നുള്ളത് ആയിരിക്കും. അപ്പൊ ആയിരിക്കും, പക്ഷെ നമ്മൾ അത് ചെക്ക് ചെയ്യാറില്ല. അപ്പൊ അലുമിനിയം വെസൽസിൽ കുക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് അലുമിനിയം ടോക്സിറ്റി വരാം. ഇത് നമ്മൾ ആരും ചെക്ക് ചെയ്യാറില്ല. അപ്പൊ അലുമിനിയം ഒരു ഹെവി മെറ്റലാണ്, ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസ് ടോക്സിക് ആയി നമ്മുടെ ബോഡി ലെവലിൽ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് കീലേറ്റ് ചെയ്ത് നമ്മുടെ യൂറിനിൽ കൂടെ കളയണം. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു കീലേഷൻ തെറാപ്പിയുടെ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും. ഈവൻ കാർഡിയക് പ്രോബ്ലംസ് പോലും ഇങ്ങനത്തെ ഹെവി മെറ്റൽസ് കാരണമാണ് ഉണ്ടാകുന്നതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ശരി. അപ്പൊ ഇപ്പൊ അലൂമിനിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടറെ നമ്മളിപ്പോ ഭക്ഷണം പൊതിയുന്ന അലൂമിനിയം ഫോയിലാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് അലൂമിനിയത്തിലാണ്, അലൂമിനിയം നല്ലതാണെന്ന് പറഞ്ഞുള്ള നിരവധി പരസ്യങ്ങൾ ഇതൊക്കെ കേൾക്കുകയാണ്. അപ്പൊ ശരിക്കും അലൂമിനിയം പ്രശ്നമാണോ? എല്ലാ മെറ്റൽസും ഒരു ലെവലിൽ കൂടുതൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് കാട്ടിയും കൂടുതൽ പോയാൽ
ടോക്സിക് ആണ്. ഇങ്ങനത്തെ മെറ്റൽസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നില്ല, വാട്ടർ സോൾബിൾ അല്ലാത്ത മെറ്റൽസ് ആണ്. അപ്പോൾ ഇത് ഹെവി മെറ്റൽ ടോക്സിറ്റി ഉണ്ടാക്കും. ഇത് കാരണം നമുക്ക് കാർഡിയക് ഇഷ്യൂസും സ്കിൻ പ്രോബ്ലംസും പിഗ്മെന്റേഷൻ ഈവൻ ഒരു മെന്റൽ ഡിസോർഡർ പോലും നമുക്ക് ഈ ഹെവി മെറ്റൽ ടോക്സിറ്റി കാരണം വരാം. ഇപ്പൊ ഈ ഒരു കപ്പിൾ ഈയിടെ വന്നിരുന്നു. അപ്പൊ അവരുടെ ഹസ്ബൻഡിന്റെ ലെവൽസ് ബ്ലഡ് ലെവൽസ് ഈ ടിഷ്യൂ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായത് അലൂമിനിയം ആൻഡ് കാഡ്മിയം ലെവൽസ് ഭയങ്കര ഹൈ ആണ്. കാഡ്മിയം നമ്മളിപ്പം ലിഥിയം ബാറ്ററീസ് നമ്മൾ ഉപയോഗിക്കുന്നു, മൊബൈൽസ്, ഫുഡ് അഡിക്റ്റീവ്സ്, പ്രിസർവേറ്റീവ്സ്, സീ ഫിഷ്, ഇതെല്ലാം നമുക്ക് മെർക്കുറി പോലെയുള്ള ടോക്സിക് മെറ്റൽസ് നമുക്ക് ശരീരത്തിലോട്ട് കയറുകയാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടോ? ഇത് നമ്മൾ അറിയുന്നില്ല. പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, അറിയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് നമുക്കൊരു കണ്ണാടിയാണിത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലേ, നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള നമുക്കൊരു അഡ്വൈസ് കിട്ടും. അപ്പൊ അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് കുറവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടത്തിയോൺ പോലെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വെൽനസ് ഡ്രിപ്സിൽ ഇടാം. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇത്രയാണ് ഇടേണ്ടത്, അങ്ങനെ അല്ലാതെ ഇപ്പൊ വീണയ്ക്ക് ചിലപ്പോൾ ഉള്ളത് കുറവായിരിക്കില്ല, എനിക്കുള്ള കുറവ്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വെൽനസ് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഇന്ദ്രിയയിൽ വന്ന് ഒളിഗോ സ്കാൻ നടത്തി എനിക്ക് അലൂമിനിയം അല്ലെങ്കിൽ കാഡ്മിയം കൂടുതലാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യുക? മോർണിംഗ് രാവിലെ എണിക്കുമ്പോൾ തൊട്ട് വീണ ബെഡിൽ പോകുന്ന വരെ എന്തെല്ലാം വീണയുടെ ഫുഡിൽ എന്തെല്ലാം കഴിച്ചു, അല്ലെങ്കിൽ എന്തെല്ലാം ഭക്ഷണത്തിന്റെ കൂടെയുള്ള ഡ്രിങ്ക്സ് എന്തെല്ലാം കഴിച്ചു, ഏത് പാത്രത്തിലാണ് കഴിച്ചത്, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂട്രീഷനിസ്റ്റുകൾ ഇൻഹൗസ് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. നമുക്ക് അതിന് അഡ്വൈസ് നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുന്ന ഫോളോ അപ്പും വീക്ക്ലി ആയിട്ടുള്ള നമുക്ക് ഡയറ്റ് പ്ലാൻസ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് പാറ്റേണിൽ നമ്മുടെ ഒരു ന്യൂട്രീഷൻ അസസ് ചെയ്ത് അതനുസരിച്ചുള്ള ഫുഡ് റെക്കമെൻഡേഷൻ കൊടുക്കും. മാത്രമല്ല നമുക്ക് ഇതിന്റെ കൂടെ ഗട്ട് ഫംഗ്ഷൻ അസസ് ചെയ്യാനും പറ്റും. ഈ ഗട്ട് ഫംഗ്ഷൻ അസസ് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റൂൾ എക്സാമിനേഷൻ വഴിയാണ് മിക്കവാറും ഗട്ട് ഫംഗ്ഷൻ അസസ് ചെയ്യുന്നത്. ഇപ്പോൾ വീണയ്ക്ക് അറിയാം, നമ്മുടെ ഈ കുടലിലുള്ള ചെറിയ ചെറിയ ബാക്ടീരിയ, അതായത് നമ്മുടെ ഗട്ട് മൈക്രോബയോം ആണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് തൊട്ട് നമ്മുടെ ഒരു മെന്റൽ ഒരു കോഗ്നിഷൻ ലെവൽ വരെ അഡ്രസ് ചെയ്യുന്നുള്ളത് വീണയ്ക്ക് അറിയാം. ഇപ്പൊ ആയുർവേദത്തിലൊക്കെ പറയാറില്ലേ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ലെങ്കിൽ നമ്മുടെ ജീവിതമേ ഒരു രീതിയിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പൊ അത് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഗട്ട് ഫംഗ്ഷൻ ടെസ്റ്റ്. നമുക്കിത് ബ്ലഡിൽ കൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതെ. അപ്പൊ അത് അസസ് ചെയ്തിട്ട് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള ഫുഡ് റെക്കമെൻഡേഷൻസ് നമുക്ക് വേണം, ഏതെല്ലാം ഫുഡ് അവോയ്ഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള അഡ്വൈസ് നമുക്ക് കിട്ടും. ഡോക്ടർ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെ, അതായത് ഇപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ അനുഭവിക്കുന്ന ഒരാള് അവര് ഒരുപാട് വർഷമായി ശ്രമിക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ദ്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു കൺസൾട്ടേഷൻ കിട്ടും? ഡെഫിനറ്റ്ലി കിട്ടും. നിങ്ങൾക്ക് ഒരു ബേസിക് ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ എന്തായാലും കിട്ടും ആസ് ആൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി ഒരു നോർമൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അസസ് ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് എനിക്ക് ഈ ഇങ്ങനത്തെ ഒരു സെന്റർ തുടങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനം. ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റി മോശമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യമേ പ്രശ്നമാണ്. നമ്മൾ അതിനെ ആ രീതിയിൽ വേണം കാണാൻ. നിങ്ങളുടെ ഒരു സെല്ലുലാർ ലെവലിലുള്ള ആരോഗ്യം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ മൈറ്റോകോൺട്രിയാണ്. സെല്ലിനകത്തുള്ള ഒരു ഓർഗനല്ലിയാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിലെ ഹെൽത്ത് മൊത്തത്തിൽ ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ പല സ്ത്രീകൾക്കും അറിയാം, ഇപ്പോൾ AMH അല്ലെങ്കിൽ ഓവറിൻ റിസർവ് കുറവാണ്, എന്നാൽ എൻ്റെ അണ്ടത്തിന് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവരും ഒരു IVF ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ AMH കുറവായിരിക്കുമ്പോൾ നമുക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്റ്റെം സെൽ തെറാപ്പി. അപ്പം നമുക്ക് ആ ലേഡിയുടെ തന്നെ സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നമുക്ക് അവരുടെ ഓവറി റിജുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഓവറിയുടെ ഫംഗ്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അവർക്ക് കിട്ടുന്ന എഗ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഏറ്റവും കൂടുതലുള്ളത്? അതോ ഇത് തുറന്നു പറയാൻ പലർക്കും മടിയാണോ? എന്താ സംഭവിക്കുന്നത്? ഈക്വലി സ്ത്രീകളും പുരുഷന്മാരും ഈക്വലി ഇൻഫെർട്ടിലിറ്റിക്ക് റെസ്പോൺസിബിൾ ആണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു ഡയറ്റ് പാറ്റേൺ, പിന്നെ ലേറ്റ് മാരേജസ്, ലേറ്റ് ഡിസിഷൻ ഫോർ സ്റ്റാർട്ടിങ് എ ഫാമിലി. ഇപ്പൊ ചിലപ്പോൾ ഒരു 25-30 വയസ്സ് കല്യാണം കഴിച്ചാലും ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ ഒരു തീരുമാനം നിങ്ങൾ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ ശരീരം ഇതിന് അനുവദിക്കുന്നുണ്ടോ? മനസ്സിലായോ? നിങ്ങളുടെ ആരോഗ്യം ഇത്രയും ലേറ്റ് ആയിട്ട് നിങ്ങളൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ കേപ്പബിൾ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി യു ഗോ ഫോർ എഗ് ഫ്രീസിങ് അല്ലെങ്കിൽ സ്പേം ഫ്രീസിങ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് ആ സമയം നിങ്ങൾക്ക് എഗ്ഗോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേം മോശമാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ
ഓപ്ഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡിസിഷൻ ഒരു കല്യാണം കഴിക്കാൻ എടുക്കുന്ന ഒരു തീരുമാനം പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് നിങ്ങളൊരു കുടുംബം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ നിങ്ങൾ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്കൊരു കുഞ്ഞ് ഉണ്ടാവാതിരിക്കുമ്പോഴല്ല, നിങ്ങൾ എപ്പോഴാണ് ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതും അങ്ങനത്തെ ഒരു കൺസൾട്ടേഷൻ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഞാനൊരു ഡെലിവറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ദ്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ സർവീസസ് ആയിരിക്കും ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുക? ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാണ്. ഇപ്പം ഞാനൊരു 6 മാസത്തിനുള്ളിൽ പ്രഗ്നൻസി ആവുന്നുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നൻസി ആകുമ്പോൾ അവരുടെ ഒരു ഹെൽത്തിൻ്റെ പീക്കിലായിരിക്കണം. നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ജനറേഷനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് അറ്റ് ദർ പീക്ക് ലെവലായിരിക്കണം. ഒരു ഹസ്ബൻഡും വൈഫിൻ്റെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കണം അവർ പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ മാത്രമാണോ ഇവിടേക്ക് വരേണ്ടത്? കപ്പിൾ ആണ് വരേണ്ടത്. എന്നാലേ നമുക്ക് ആ കപ്പിളിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു പീക്ക് ലെവൽ ഓഫ് ഹെൽത്തിലാണ് അവരെ ഒരു ഫാമിലി സ്റ്റാർട്ടിങ്ങിൽ ഡെഫിനറ്റ്ലി അവരുടെ കുഞ്ഞുങ്ങളും അതുപോലെ ഹെൽത്തി ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടായ പോരല്ലോ, ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെയാണ്, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ ഇന്ദ്രിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഡോക്ടർ എന്നെ അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു റൊട്ടീൻ എങ്ങനെയാണ്, അതനുസരിച്ചുള്ള നിങ്ങളുടെ ഒരു ഡയറ്റ് പാറ്റേണും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസും നമ്മൾ അഡ്വൈസ് തരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. ഒരു ഫെർട്ടിലിറ്റി അഡ്വൈസും അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി സൊല്യൂഷൻസും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈവൻ IVF ട്രീറ്റ്മെൻറ്റിനുള്ള അഡ്വൈസ് കൂടി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ എഗ് ഫ്രീസിങ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അതിനെയൊന്നും ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അയ്യോ അതൊക്കെ ഇനി നമ്മുടെ തന്നെ കൊച്ചാവോ, ഇതൊക്കെ ശരിയാവോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിഥ്യാധാരണകൾ ആൾക്കാർക്കുണ്ട്. വീണ ഒരു ഇന്റർവ്യൂവിൽ മമത മോഹൻദാസിന്റെ ഇന്റർവ്യൂ കേട്ടില്ലേ, മമത സത്യം ഭയങ്കര സങ്കടം തോന്നി അത് കേട്ടിട്ട്. ഇത്രയും നമ്മൾ IVF എല്ലാം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടും ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റിക്ക് പോലും കിട്ടില്ലെങ്കിൽ ഒരു നോർമൽ ഒരു സ്ത്രീക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ഈ ഒരു നോളജ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ എഗ്സ്, ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും വ്യത്യാസം, സ്ത്രീകൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള അണ്ടങ്ങളെ ഉള്ളൂ. നമുക്ക് ഇനിയും പിന്നെയും അണ്ടങ്ങൾ ഉണ്ടാവുന്നില്ല. ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓരോ പീരീഡ്സ് അനുസരിച്ച് നമ്മുടെ അണ്ടങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്കൊരു 45 to 50 years മെനോപോസ് ആവുന്നത്. തീർന്നു. അപ്പൊ നമ്മുടെ എഗ് റിസർവ് കുറയുവാണ്. നമ്മൾ ബാങ്കിൽ പൈസ അടക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം ചെലവാക്കാനുണ്ട്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ഫുൾ എക്സ്പെൻസ് അതിൽ നിർത്തണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓവർ ആൻഡ് റിസർവും. അപ്പോൾ ഉള്ള എഗ്സിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് നല്ലതായിരിക്കണം. നിങ്ങളുടെ എഗ്സ് ക്വാളിറ്റി കുറയുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ ഒന്നീ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ആ എഗ്ഗുകൾ സൂക്ഷിച്ച് വെക്കുകയും വേണം. അപ്പോൾ ഇത് നമുക്ക് ക്രയോ പ്രിസർവേഷൻ അവൈലബിൾ ആണ്. ഇത് നല്ല IVF സെന്റേഴ്സിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേരിൽ തന്നെ ബാർകോഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ എഗ്സ് ഫ്രീസ് ചെയ്യുന്നത്. ഒരു ഡെഫിനറ്റ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ എംബ്രിയോ ആയിട്ട് ഫ്രീസ് ചെയ്യാം. നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ എഗ് ഫ്രീസ് ചെയ്യാം. എപ്പോഴാണ് നിങ്ങളുടെ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ സ്ത്രീകളുടെ ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു അസുഖം പോലെ കേട്ടേക്കുന്നതാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇത് അമ്മയ്ക്കുണ്ടെങ്കിൽ മോക്കുണ്ട്, അമ്മൂമ്മയ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഇഷ്യൂ ബേസിക്കലി എങ്ങനെയാണ് വരുന്നത്? ഇതിന് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് ആണ് ഉള്ളത് ഡോക്ടറെ? ഇതിന് പ്രിക്കോഷണറി മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഡിറ്റക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു തൈറോയിഡ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈവൻ ഈ നമുക്കൊരു ഗ്രോത്ത് സ്പേർട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു വളർച്ച വരുന്ന സമയങ്ങളിലാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഒന്ന് നമ്മൾ ഒരു പീരീഡ്സ് ആവുന്നത്, ഒരു കൗമാരം ആവുമ്പോൾ ഉള്ള ചേഞ്ച് വരുമ്പോൾ തൈറോയിഡ് ഇഷ്യൂസ് വരാം. അപ്പോൾ അത് താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പീരീഡ് ആവാൻ ലേറ്റ് ആവുന്നു, അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് തൈറോയിഡ് പ്രോബ്ലം. രണ്ടാമത് പ്രഗ്നൻസി ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വീണ കണ്ടിട്ടുണ്ടായിരിക്കും ലാബിൽ ഇപ്പോൾ വാല്യൂ ഒരു up to 5 വരെ നോർമലാണ്. പക്ഷേ പ്രഗ്നൻസിയിൽ 2.5 താഴെ ആയിരിക്കണം TSH വാല്യൂ. എന്നാൽ കുഞ്ഞിൻ്റെ തൈറോയിഡ് ഗ്ലാൻഡ് 5 മാസം ആകുമ്പോഴേ ആക്ട് ചെയ്യും. ഒരു ഗർഭസ്ഥ ശിശുവിന് 5 മാസം ആയിരിക്കുമ്പോൾ മാത്രമേ ആ ശിശുവിൻ്റെ തൈറോയിഡ് ഗ്ലാൻഡ് ആക്ട് ചെയ്ത് തുടങ്ങും. അതുവരെ അമ്മയുടെ തൈറോയിഡ് ഹോർമോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 2.5 ലെവലിൽ TSH വെച്ചിരിക്കണം എന്ന് ആ ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പ്രഗ്നൻസിയിൽ ചെറിയ സപ്ലിമെൻറ്റേഷൻ ആവശ്യം വരാം. ഇതുപോലൊരു തൈറോയിഡ് ഇഷ്യൂ വരുന്നതാണ് ഒരു 35-40 വയസ്സാകുമ്പോൾ ഉള്ള സ്ത്രീകളിൽ. ഈ സമയത്ത് ആരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറില്ല.
ഒത്തിരി അൺഡിറ്റക്റ്റഡ് തൈറോയ്ഡ് ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പീരിയഡ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ തൈറോയിഡിന്റെ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് പ്രിവെന്റീവ് മെഷേഴ്സിനെ കാട്ടിയും കൂടുതൽ ഡിറ്റക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമതൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറയട്ടെ, ഇപ്പൊ തൈറോയ്ഡ് വാല്യൂ നോർമലാണ്. ഇപ്പൊ മിക്കവർക്കും തൈറോയ്ഡ് പ്രശ്നം വരുമ്പോൾ വെയിറ്റ് ഗെയിൻ, ക്ഷീണം, ഒരു രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കം, ഒരു ഉണർവില്ല, ഇതെങ്ങനെയൊക്കെ ഉള്ളൊരു കംപ്ലൈന്റും കൂടെ വരുമ്പോഴാണ് നമ്മൾ തൈറോയ്ഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഇപ്പം നമ്മൾ വാല്യൂ നോക്കി 3, 2.5 അല്ലെങ്കിൽ 2.7 അപ് ടു 3 വരെ കിട്ടി. 3 ആയിട്ടും എനിക്ക് എൻ്റെ ക്ഷീണം മാറുന്നില്ല എന്ന് പറയുന്ന എത്രയോ സ്ത്രീകളുണ്ട്. എനിക്ക് സിംറ്റംസ് ഒന്നും പഴയ പോലെ തന്നെ ഉണ്ട്, എനിക്കിപ്പോഴും ഉണർവില്ല, എനിക്ക് മുടി കൊഴിയുന്നു, ഇപ്പോഴും എനിക്ക് ക്ഷീണമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു തൈറോയിഡിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് തൈറോഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ഡിവൈസ്. തൈറോഫ്ലെക്സ് ഇതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള റിഫ്ലെക്സുകൾ. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഹോസ്പിറ്റൽസിൽ പോകുമ്പം മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഒരു നീ ഹാമർ കാണാറുണ്ടല്ലോ, അത് നമ്മളൊരു ജർക്ക് റിഫ്ലെക്സ് നോക്കുന്ന ഒരു ഡിവൈസാണ്. അതേപോലെ നമ്മുടെ ഒരു ബോഡിയിൽ റിഫ്ലെക്സ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കറക്റ്റ് ആണോ, ചിലപ്പോൾ ചിലർക്ക് 37.5, അവർക്കൊരു ചിലപ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഒരു 12.4 ആഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് തൈറോഫ്ലെക്സ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു തൈറോയ്ഡ് ഹോർമോണിന്റെ അളവിൽ എത്തിക്കുകയും അവരുടെ ഒരു ബോഡി സിംറ്റംസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും കഴിയും. മനസ്സിലായി. അപ്പൊ തൈറോഫ്ലെക്സ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതും എത്ര നേരം എടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും? ജസ്റ്റ് വരിക, ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അതിനെ സപ്ലിമെന്റ്സ് കഴിച്ചാൽ ശരിയാക്കാം. അതിന്റെ കൂടെ അതിനുള്ള ഫുഡ് റെക്കമെൻഡേഷൻസും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കുള്ള അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്കൊരു തൈറോയ്ഡ് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് നമുക്ക് എത്രയോ പേര് സഫർ ചെയ്യുന്നുണ്ട്. സത്യം. ഇനി ഈ നമ്മളിപ്പോ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളിനുള്ളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളിനുള്ളിൽ നല്ല സൗന്ദര്യത്തോടെ ഇരിക്കുക, നല്ല ഫിഗറോട് കൂടി ഇരിക്കുക, മുഖം തിളങ്ങി നിൽക്കുക, ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. നമ്മളിനി എത്ര ഇല്ലെന്ന് പറയുമ്പോഴും അത്തരം കാര്യങ്ങൾക്കുമുള്ള ഫെസിലിറ്റീസ് ഇന്ത്യയിലുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. കോസ്മെറ്റിക് ആൻഡ് എസ്തെറ്റിക് സൊല്യൂഷൻസ് നമുക്കുണ്ട്. അത് ഒരു ഹോൾസം ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്ററാണ് ഇന്ദ്രിയ. മനസ്സിലായി. ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ കോസ്മെറ്റിക് ഏരിയയിൽ ഇന്ദ്രിയ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്? എല്ലാവർക്കും എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. നമ്മുടെ തന്നെ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ ഇഞ്ചെക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഫേസ്, ഹെയർ, ഈവൻ നമുക്കിപ്പോൾ ഒരു സ്ട്രെസ് യൂറിനറി ഇൻകോർഡൻസ് ഉള്ളവർക്ക് യൂറിനറി ബ്ലാഡറിൽ വരെ ഇഞ്ചെക്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും വജൈനൽ ടൈറ്റനിങ് ഉണ്ടാവുകയും സ്ട്രെസ് ഇൻകോർഡൻസ് നമുക്ക് ഈ ചുമയ്ക്കുമ്പോൾ യൂറിൻ പോകുന്നതിനുള്ള ബാക്കി ട്രീറ്റ്മെന്റ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് PRP ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു ഹയർ ലെവൽ ട്രീറ്റ്മെന്റ് ആണ് എക്സോസോംസ്. ഇപ്പോൾ സ്കിൻ അല്ലെങ്കിൽ എസ്തെറ്റിക് സെന്റേഴ്സിലോ ഡെർമറ്റോളജി സെന്റേഴ്സിലോ അലോജനിക് എക്സോസോംസ് ആണ് യൂസ് ചെയ്യുന്നത്. അലോജനിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന എക്സോസോംസ്, വേറെ പ്ലാന്റ് സോഴ്സിലുള്ളത്, വേറെ അനിമൽ സോഴ്സിൽ നിന്നുള്ളത്, സാൽമൺ PDR എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള എക്സോസോംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ വ്യത്യാസം ഓട്ടോലോഗസ് എക്സോസോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ, വീണയുടെ ബ്ലഡിൽ നിന്ന് തന്നെ വീണയുടെ എക്സോസോംസ് ഉണ്ടാക്കുക. എക്സോസോംസ് എന്ന് പറയുന്നത് ഒരു മെസ്സഞ്ചേഴ്സ് ആണ്, സെൽ ടു സെൽ സിഗ്നലിംഗ് മെസ്സഞ്ചേഴ്സ്. നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിൽ നിന്ന് വേറൊരു കോശത്തിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു ചേഞ്ച് വരും. അതാണ് എക്സോസോംസ്. അപ്പൊ കുറച്ചും കൂടെ PRPയുടെ ഒരു ചേട്ടൻ എന്ന് പറയാം. അപ്പൊ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ആ ട്രീറ്റ്മെന്റ്സ് കിട്ടും. ഫേസിൽ എക്സോസോംസ് ഇടുമ്പോൾ PRPനെ കാട്ടിയും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയ പിന്നെ ലൈഫ് ലോങ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന്. അങ്ങനെയുണ്ടോ? വീണയുടെ ബോഡിയിലെ റിജുവിനേറ്റിംഗ് മെക്കാനിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ വീണയുടെ ബോഡി എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് വീണയ്ക്ക് ആഗ്രഹമുണ്ട്, അത്ര നാൾ ട്രീറ്റ്മെന്റ് എടുത്താൽ അത് ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്കവാറും എടുക്കും. കറക്റ്റ്. വിദേശത്തൊക്കെയുള്ള മലയാളികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തരം ട്രീറ്റ്മെന്റുകൾ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അവർ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കായിരിക്കും നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കൺസൾട്ടേഷൻ എടുക്കുക, അതിനുശേഷം പിന്നീട് വീണ്ടും ട്രീറ്റ്മെന്റുകളിലേക്ക് തിരിയുക, ഇതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് അല്ലേ? അപ്പോൾ അതിന് ഡോക്ടർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടോ?
നമുക്കിവിടെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സംസാരിച്ച് അതനുസരിച്ചൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കി അവർ നാട്ടിൽ വരുമ്പോൾ ആ ഒരു മിക്കവരും 1 മാസത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം വരുന്ന രീതിയിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്താൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സൊല്യൂഷൻ ആയിട്ട് അവർക്ക് തിരിച്ചു പോകാം. ഇതുപോലെ തന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു ഇന്റിമേറ്റ് ഏരിയ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് സ്ത്രീകൾക്കുണ്ട്, പക്ഷെ ആരോടും പുറത്തു പറയാൻ താല്പര്യമില്ല. അതിന് ഡോക്ടറോടാണെങ്കിൽ പോലും പറയാൻ ഭയങ്കരമായി മടിച്ച് മാറി നിൽക്കുന്നവരാണ്. ഇത് ശരിക്കും ഇതിന് ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ? ഇന്റിമേറ്റ് ഏരിയ പിഗ്മെന്റേഷൻ ഒരു ഡാർക്കൻ സ്കിൻ ഉള്ള ഒത്തിരി സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളായിരിക്കും, അവർക്കാണ് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്, ടെൻഷൻ വരുന്നത്. പക്ഷേ ഇവർ ഈ ഒരു ഫേസ് റിജുവിനേഷൻ അല്ലെങ്കിൽ ബോഡി സ്പായ്ക്കൊക്കെ പോയി അല്ലെങ്കിൽ ബോഡി ഇപ്പോൾ സ്കിൻ പോളിഷിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ പോയാലും ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാറില്ല. അതിന് നമുക്ക് ഇന്റിമേറ്റ് ഏരിയ പിഗ്മെന്റേഷൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു പാക്കേജ് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സിംഗിൾ സിറ്റിംഗ് തൊട്ട് ഒരു 3 months ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സർജിക്കൽ ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ, ഇപ്പോൾ ഒരു വജൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു വജൈനൽ ടൈറ്റനിങ് സർജറി ബിഫോർ മാരേജ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ലേബിയ പ്ലാസ്റ്റി, ഇപ്പം ലേബിയ മൈനോറ എന്ന് പറയുന്ന ഒരു ഇന്നർ നമ്മുടെ വജൈനയ്ക്ക് വെളിയിലുള്ള ആ ഒരു എതള പോലെ ഇരിക്കുന്നത് ചിലർക്ക് ഇച്ചിരി നീളം കൂടുതലായിരിക്കും, കുറച്ച് വലുതായിരിക്കും. അത് കാരണം ഡ്രസ്സുകൾ ഇടുമ്പോൾ ഇൻഫെക്ഷൻസ് വരാം, ഒരഞ്ഞിട്ട് ഇൻഫെക്ഷൻസ് വരാം, പീരീഡ് സമയത്ത് പാഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് വരാം. ഇതിനൊക്കെ നമുക്ക് സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർജിക്കൽ സൊല്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനനുസരിച്ചുള്ള അഡ്വൈസും സർജറിയും ചെയ്തു കൊടുക്കുന്നതാണ്. അത് ഇനി സർജറി ഇല്ലാതെ ഇതിന് എന്താ ഡോക്ടറെ ചെയ്യാൻ പറ്റുക? ഇന്റിമേറ്റ് ഏരിയ പിഗ്മെന്റേഷൻ നമുക്ക് പീൽസും അതനുസരിച്ചുള്ള വേറെ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ നോൺ സർജിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ചില കാര്യങ്ങൾക്ക് നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് വേണം. ഇപ്പോൾ ഇന്റിമേറ്റ് ഏരിയ റിജുവിനേഷൻ, നമുക്ക് അവിടുത്തെ സ്കിൻ ഇങ്ങനെ ലൂസായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ട്, അതിന് നമുക്ക് നോൺ സർജിക്കൽ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ വജൈനൽ ടൈറ്റനിങ് അല്ലെങ്കിൽ ഒരു ഹൈമനോപ്ലാസ്റ്റി, ഹൈമൻ റീക്രിയേറ്റ് ചെയ്യാൻ സർജറി, അതിനെല്ലാം സർജിക്കൽ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഒരു ക്ലൈറ്റോറസ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു സെക്ഷൽ എറൗസൽ ഓർഗൻ ആണ് സ്ത്രീകൾക്കുള്ളത്. അപ്പോൾ അതിന്റെ സ്കിൻ മൂടിയിരിക്കുമ്പോൾ ക്ലൈറ്റോറൽ ഹുഡ് കാരണം അവർ കറക്റ്റായിട്ട് ഓർഗാസം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഓ ഷോട്ട് എന്ന് വെച്ചാൽ ഓർഗാസം കിട്ടാത്തവർക്ക് ഉള്ള ഷോർട്ട്സും PRP കൊണ്ടുള്ള ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. ഇതെല്ലാം ലോക്കൽ അനസ്തറ്റിക്കലി ചെയ്യുന്നതാണ്, പെയിൻഫുൾ അല്ല. അത് ചെയ്തിട്ട് തന്നെ അപ്പൊ തന്നെ വീട്ടിൽ പോവാം, അഡ്മിഷന്റെ ആവശ്യമുള്ള കാര്യമല്ലേ. അത് നമ്മൾ ഈ ഗട്ട് ഹെൽത്തിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ വിട്ടുപോയൊരു കാര്യമായിരുന്നു ഈ പ്രീബയോട്ടിക് അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക്, ഇങ്ങനെയൊക്കെയുള്ള പല പല പേരുകളിൽ എനിക്ക് പെട്ടെന്ന് ഈ തൈരൊക്കെ ഓർമ്മ വരുന്നത്. കേർഡിലാണ് ഏറ്റവും കൂടുതൽ ഇത് എഴുതി വെച്ചേക്കുന്നത് കണ്ടേക്കുന്നത്. അപ്പോൾ ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതിന് മറ്റ് മെഡിസിൻസ് കഴിക്കണോ, അതോ കേർഡ് പോലെയുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ളതാണോ? എന്താണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം? അപ്പം ഒരു ഗട്ടിൽ പ്രോബ്ലം ഉള്ള ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളവർ, അല്ലെങ്കിൽ നമുക്കൊരു റിക്കറൻ്റ് ആയിട്ട് വജൈനൽ ഇൻഫെക്ഷൻസ് വരുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് ഗട്ട് ഹെൽത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫുഡിൽ കൂടെ നമുക്ക് പ്രോബയോട്ടിക്സ് കിട്ടുന്ന ഒത്തിരി നല്ല ഫുഡ്സ് ഉണ്ട്, ഈ കേർഡ് ഇതുപോലത്തെ കാര്യങ്ങൾ. പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ സ്പൈസസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പ്രീബയോട്ടിക്സ്. ഇത് കൂടാതെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സും അവൈലബിൾ ആണ്. പേഴ്സണലൈസ് മീൻസ് വീണയ്ക്ക് എന്താണ് ആവശ്യം, വീണയുടെ ഗട്ട് ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഏത് തരം ബാക്ടീരിയ വേണം വീണയ്ക്ക്, അങ്ങനെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് സപ്ലിമെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾ ഓവർ ദ കൗണ്ടർ ഒത്തിരി പ്രോബയോട്ടിക്സ് അവൈലബിൾ ആണ്. ഏതാണ് വജൈനൽ ഹെൽത്തിനുള്ളത്, ഏതാണ് ഗട്ട് ഹെൽത്തിനുള്ളത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് പ്രോബയോട്ടിക്സ്. അപ്പോൾ പേഴ്സണലൈസ്ഡ് പ്രോബയോട്ടിക്സ് ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ ഓവർ ദി കൗണ്ടർ പ്രോബയോട്ടിക്സ്. ഈ പേഴ്സണലൈസ്ഡ് പ്രീബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് നമുക്ക് ഇതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമുക്ക് ഇത് ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗട്ട് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് 2 തുള്ളി ബ്ലഡ് എടുത്ത് നമ്മൾ ഈ ഗട്ട് ഫംഗ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നമ്മൾ ആ റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫുഡ് റെക്കമെൻഡേഷൻ ആൻഡ് പേഴ്സണലൈസ്ഡ് പ്രോബയോട്ടിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നത് അവരുടെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള സമയത്ത് ഒരു 45-50 വയസ്സ് വരെയൊക്കെ കൊണ്ട് സ്ത്രീകൾ പലപ്പോഴും ഇതൊക്കെ അവസാനിപ്പിക്കുകയെ, അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത്. എൻ്റെ ഒരു എന്താ പറയുക, ഒരു ആവറേജ് സ്ട്രാറ്റ സ്ത്രീകളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിനുശേഷം മെനോപോസ് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർ ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു കോസ്മെറ്റോളജിയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ ഗൈനക്കോളജിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറയാറല്ലേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ദ്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ നൽകുന്നുണ്ടോ? വീണ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി, നമ്മുടെ വീട്ടിലുള്ളൊരു പെൺകുട്ടി പീരീഡ്സ് ആവുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ ചേഞ്ച് കാണുമ്പോൾ മനസ്സിലാവും, പെൺകുട്ടി പീരീഡ്സ് വരാറായി, അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ഫുഡോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ന്യൂട്രീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ അതുപോലെ പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പെൺകുട്ടി സ്ത്രീ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അതിന് വേണ്ടി ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു മെനോപോസ് അറ്റൈൻ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആരെന്ത് ഹെൽപ്പാണ് ചെയ്തു കൊടുക്കുന്നത്? അവർ ഒന്നാമത്തെ കാര്യം അറിയുന്ന പോലും ഇതൊരു അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ വരുന്നതാണ്. എപ്പോഴാണ് മെനോപോസ് ആവുന്നത്? ഇതിപ്പോൾ ഇന്ന് മെനോപോസ് ആകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ഇതൊരു പീരീഡ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഉണ്ടാകുന്ന ഒരു ഇവന്റ് ആണ് മെനോപോസ്. അപ്പോൾ മെനോപോസ് ആ പീരീഡ്സ് മെനോപോസ് എന്ന് പറയുമ്പോൾ ഒരു 12 കൺസിക്യൂട്ടീവ് മന്ത്സ്, 12 മാസം പീരീഡ്സ് വരുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ ആർത്തവവിരാമം അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെ വരുന്നതിന് മുമ്പ് ഒരു 3-4 മാസം വരാതിരിക്കും, ചിലപ്പം ഒരു 5-6 മാസം കഴിഞ്ഞ് ബ്ലീഡിങ് കൂടുതലായിരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ഒരു ലൈഫിലെ പല പല ഇവന്റ്സിന്റെ ഇടയിലായിരിക്കും സംഭവിക്കുന്നത്. ഇത് അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം എന്ന് പോലും ഇല്ല. അതിനു മുമ്പുള്ള ഹോർമോണൽ ചേഞ്ചസ് വരെ ഈ സ്ത്രീയെ ബാധിക്കും. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹെൽത്ത് വൈസും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമുക്ക് അവൈലബിൾ ആണ്. അവർക്കുള്ളൊരു ഹോൾസം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഈവൻ ഹോർമോണൽ ചേഞ്ചസിനുള്ള ഒരു ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി തൊട്ട് അവരുടെ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് ലെവലിൽ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനെ ഒരു മെനോപോസൽ റിക്വയർമെന്റ് ആവശ്യമുള്ള സ്ത്രീകൾ വരേണ്ട ഒരു സ്ഥലമാണ് ഇന്ദ്രിയ. അപ്പം അത് എനിക്ക് ഏറ്റവും ഒരു ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതിന് സ്പെസിഫിക്കലി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രായം മുതലുള്ള ഒരു വ്യക്തിക്ക്, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഇന്ദ്രിയയിലേക്ക് വന്നു തുടങ്ങാം? ഏത് പ്രായം വരെ വരാം? ഒരു അവയർനെസ് എപ്പോൾ ഉണ്ടാവുന്നു, അത് എത്ര നാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു, അതുവരെ നമുക്ക് വരാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഹെൽത്ത് ആസ് യു ഏജ്, ഇന്ദ്രിയ ഹെൽപ്സ് യു ടു ഏജ് ഗ്രേസ്ഫുള്ളി. ഇന്റലിജന്റ് ഏജിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആന്റി ഏജിങ് അല്ല. യു ഷുഡ് ഏജ് ഇന്റലിജന്റ്ലി. നമുക്ക് ഒരിക്കലും പ്രായം തിരിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് പ്രായം റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഡെഫിനറ്റ്ലി പ്രായം ആവും. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഇന്റലിജന്റ് ആയിട്ട് നിങ്ങളെ പ്രായത്തിനെ കൊണ്ടുപോകാം, അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്ദ്രിയ. മനസ്സിലായി. ഇപ്പൊ ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇതെന്താണോ, ഇത് നമുക്ക് പറ്റുന്ന സാധനമല്ല എന്ന് ആദ്യമേ തോന്നുമെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ഹെൽത്ത് അല്ലെ അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്ലോ, നമ്മുടെ ഒരു സൗന്ദര്യം, ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ റീജനറേറ്റീവ് മെഡിസിനിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൺസേൺസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇന്ദ്രിയ വെൽനസിലേക്ക് വരാവുന്നതാണ്. എക്സ്പേർട്ട് ഡോക്ടറുടെ ഒപ്പീനിയനും സജഷൻസും അഡ്വൈസുകളും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഡോക്ടർ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you so much.